നാട് മുടിപ്പിക്കുന്ന പിണറായിയുടെ ഈ ഏകാധിപത്യ ഭരണം നിർത്തലാക്കേണ്ടത് ഇപ്പോൾ കേരളത്തിലെ ഓരോ വ്യക്തിയുടെയും ആവശ്യം എന്നത് അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ ജനതയും പൊറുതിമുട്ടിയിരിക്കുകയാണ് ഈ പിണറായി ഭരണത്തിൽ. അതുകൊണ്ട് തന്നെ 2026 തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും എന്നുള്ളതും തീർച്ചയായ കാര്യം തന്നെയാണ്. UDF അധികാരത്തിൽ വരും എന്നുള്ളതിൽ ഇപ്പോൾ ഒരു ജനങ്ങൾക്കും സംശയം തീരെ ഇല്ലാതായിരിക്കുകയാണ്. ഈ നാറിയ ഭരണത്തിനെതിരെ രമേശ് ചെന്നിത്തല കടുത്ത രീതിയിൽ പ്രതിഷേധിച്ചിരിക്കുകയാണ്. 9 വർഷം കൊണ്ട് 2 ലക്ഷം പാർട്ടിക്കാരെയാണ് കേരളത്തിലെ വിവിധ സർക്കാർ, അർദ്ധ സർക്കാർ, സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറ്റിയിട്ടുള്ളത്. എന്നിട്ട് പറയാം ഞങ്ങൾക്ക് ഇത് പോകുന്നത് ബംഗാളിന്റെ മാതൃകയിലാണ്. ഒരിക്കലും ഇനി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് കേരളത്തിൽ വരാത്ത നിലയിൽ ജനങ്ങൾ കഷ്ടതയും ദുഃഖവും അനുഭവിക്കുകയാണ്, പ്രയാസം അനുഭവിക്കുകയാണ്. ആരോടും ഒരു പ്രതിബദ്ധതയുമില്ലാതെ പാർട്ടിക്ക് വേണ്ടി, പാർട്ടി നേതാക്കന്മാരുടെ മക്കൾക്ക് വേണ്ടി, ഭാര്യമാർക്ക് വേണ്ടി, അവരുടെ ബന്ധുക്കൾക്ക് വേണ്ടിയുള്ള ഭരണമാണിത്. സാധാരണ സഖാക്കൾക്ക് ഒരു ഗുണവുമില്ല. പാവപ്പെട്ട കൊടി പിടിക്കുന്ന പ്രവർത്തകർക്ക് ഒരു ഗുണവുമില്ല. മന്ത്രിമാരുടെ ഭാര്യമാർ, സ്പീക്കറുടെ ഭാര്യമാർ, നേതാക്കന്മാരുടെ ഭാര്യമാർ, അവരുടെ മക്കൾ, അവരുടെ ബന്ധുക്കൾ, അവർക്കാണ് പിൻവാതിലൂടെയുള്ള എല്ലാ നിയമനങ്ങളും നടക്കുന്നത്. അതുകൊണ്ടാണ് ആശ്രിത നിയമനം പോലും വേണ്ടെന്ന് വെച്ചത്. അതിനുവേണ്ടി ധാരാളം നോംസ് ഉണ്ടാക്കിയിരിക്കും, ആർക്കും കിട്ടത്തില്ല. ആ നോംസ് പ്രകാരം, ആശ്രിത നിയമനത്തിന്റെ നോംസ് അനുസരിച്ച് കേരളത്തിൽ ഒരാൾക്ക് പോലും സർവീസിൽ നിന്ന് മരിച്ചാൽ അവരുടെ മക്കൾക്കോ അടുത്ത റിലേറ്റീവ്സിനോ ഇനിയും നിയമനം കിട്ടാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ആരും മരിക്കരുത്, പ്രത്യേകം ശ്രദ്ധിച്ചോണം. യാത്ര ചെയ്യുമ്പോഴൊക്കെ വളരെ സൂക്ഷിച്ചോണം. ആശ്രയ നിയമനം പോലും കിട്ടില്ല. ആ കുട്ടിക്ക് 13 വയസ്സ് വരെ കാത്തിരിക്കണം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാം. സ്കൂട്ടറൊക്കെ ഓടിക്കുമ്പോൾ എല്ലാവരും വളരെ സൂക്ഷ്മതയോടെ പോകണം. ഒന്നാം മെഡിസിൻ പോലും ഇല്ല. ഇതുപോലെ സർക്കാർ ജീവനക്കാരെ വഞ്ചിച്ച ഒരു ജനവിരുദ്ധ ഗവൺമെന്റ് കേരളത്തിൽ, എന്നിട്ടും നാണമില്ലാതെ 40 ലക്ഷം രൂപ മുടക്കി മുഖ്യമന്ത്രിയെ വാഴ്ത്താരിക്ക് വേണ്ടി അവരുടെ സിനിമ പിടിക്കുക, പിണറായി വിജയനെ പറ്റിയുള്ള സിനിമ പിടിക്കുകയാണ്. ഈ സിനിമ പിടിച്ചുകൊണ്ട് പാവപ്പെട്ട സർക്കാർ ജീവനക്കാർക്ക് എന്ത് നേട്ടമാണ്? തിരുവാതിര, വാഴ്ത്തുപാട്ടും തിരുവാതിരയൊക്കെ ആയിരുന്നു. സ്റ്റാലിന് പോലും ആരും ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാം. സ്റ്റാലിനാണ് ഏറ്റവും വലിയ ഏകാധിപതി. സോവിയറ്റ് യൂണിയനിൽ സ്റ്റാലിൻ ജീവിച്ചിരുന്ന കാലത്ത് പോലും ആരും അദ്ദേഹത്തിന് വേണ്ടി ഇത് ചെയ്തിട്ടില്ല. സ്റ്റാലിനേക്കാൾ വലിയ ഏകാധിപതിയാണ് പിണറായി വിജയൻ. ഓരോ ദിവസം കഴിയുന്നതോറും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗവൺമെന്റ് ഉണ്ടാവില്ല. ലീവ് സറണ്ടർ 6 വർഷമായി ലീവ് സറണ്ടർ കിട്ടിയിട്ട് NGO യൂണിയൻകാരനൊക്കെ കാശിക്ക് പോയിരിക്കുക. നമ്മുടെ ഗവൺമെന്റ് വരുമ്പോഴേ തിരിച്ചു വരുള്ളൂ. അവർ സമരം ചെയ്യാൻ കാശിക്ക് പോയിരിക്കുകയാണ് കുറെ കാലമായിട്ട്. NGO യൂണിയനും ജോയിന്റ് കൗൺസിലും ഒക്കെ 6 വർഷമായി ലീവ് സറണ്ടർ കിട്ടിയിട്ടില്ല. അവരാരെങ്കിലും ഒന്ന് സംസാരിക്കുന്നുണ്ടോ? ഇവിടെ അവരുടെ സമര രോഷം എവിടെ പോയി? കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മനുഷ്യ മതില ചങ്ങല പിടിച്ചു. എന്തിനാണ്? ഡ്രഗ്സിനെതിരായി. 9 വർഷമായി പിണറായി ഭരിക്കുന്ന ഡ്രഗ്സിനെതിരായി ഒരു ചെറുവിരൽ അനക്കിയിട്ടില്ല. അവരെ കൊണ്ട് ഇവിടെ ചങ്ങല പിടിക്കുകയാണ്.